ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി അല്ലെങ്കിൽ കുറേ ദിവസമായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടാത്തത്. കാരണം ഒന്നാമത് ഡൽഹി യാത്ര കഴിഞ്ഞു വന്ന ക്ഷീണം, പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു, ഇങ്ങനെ പല 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 തിരക്കുകൾ കാരണം ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയതേ ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഒരു ഷോർട്ടൊക്കെ ഇടും, പിന്നെ ലൈവ് നടത്തിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാം. രാവിലത്തെ കുറച്ച് തിരക്കുകളും ജോലികളും പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും കണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ദിവസവും പതിവ് പോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെയാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. അതിന് മുമ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റപാട് ഞാൻ ചുക്കുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ ചുക്കുവെള്ളം വെച്ചു. പിന്നെ ഉച്ചത്തേക്ക് ചെറുപയറും ഉണ്ണിക്കാമ്പും കൂടി ഉപ്പേരി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ചെറുപയർ ഒരു വിസിൽ വെച്ച് ഒരു കുക്കറിലിട്ട് ഒരു വിസിലാക്കി അതവിടെ വെച്ചു. അതിന് ശേഷമാണ് കുളിക്കാൻ പോയത്. അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും മോനേട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഉള്ളിയും ഉരുളക്കിഴങ്ങും കറിയും പുട്ടുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനു വേണ്ടി ഉള്ളി ഉരുളക്കിഴങ്ങും ഒക്കെ മോനേട്ടൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിനിടയിൽ മോഹനേട്ടന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ മോഹനേട്ടൻ അവിടെ ഇരുന്ന് ചായ കഴിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളി ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ടു. കാരണം എരിവ് തീരെ ഇല്ല കേട്ടോ പച്ചമുളകിന്, അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുന്നത്. പിന്നെ പച്ചമുളക് കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പുട്ടിനുള്ള കറി ആവുമല്ലോ, പിന്നെ സാമ്പാറൊക്കെ വെക്കണം, ഓരോന്ന് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. പുറത്ത് മോന് യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മോഹനേട്ടൻ്റെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ പണിയൊക്കെ ചെയ്ത് തീർക്കുന്നത് കേട്ടോ. എന്നാൽ മോഹനേട്ടൻ്റെ കൂടെ പോവുകയാണെങ്കിൽ മോഹനേട്ടന് വരാം, കടയിൽ കയറിയിട്ട് ഡ്രസ്സ് എടുക്കാനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോണ പോക്കിൽ മോഹനേട്ടന് കടയിലേക്ക് പോകാൻ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ചു. അല്ല, കുക്കറിലല്ല, ചട്ടിയിൽ കൂട്ടാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം പുട്ടിന് കുഴക്കുകയാണ് കേട്ടോ. മോഹനേട്ടനും മോനും അരിപ്പുട്ടും എനിക്ക് മുത്താറിപ്പുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിപ്പുട്ടിനുള്ള മാവാണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുട്ടിന് മാവൊക്കെ നനച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു, പുട്ടുപാനി, നിങ്ങൾ പുട്ടുപാനി തന്നെയല്ലേ പറയുക, പുട്ടുപാനിയിൽ വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ എനിക്കത് വെള്ളം തികയില്ലേ എന്നൊരു സംശയം. കാരണം സ്റ്റീലിൻ്റെ ആണല്ലോ, വേഗം വെള്ളം വറ്റിപ്പോയില്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിൽ നിറച്ച് ഒഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് പൊടി നനച്ച പൊടി ഇടുകയാണ് കേട്ടോ. തേങ്ങയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് എന്തായാലും പോകണം, സാധനം വാങ്ങാൻ പോകണം. അതുകൊണ്ട് രാവിലെ എല്ലാം കൂടെ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ തലേന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, തേങ്ങ ചിരവലൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ചിരവി വെച്ചുകൊണ്ട് വേഗം എളുപ്പമാവുമല്ലോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പുട്ടാണ് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഒക്കെ വെക്കണം എനിക്ക്. അതിനിടയിൽ അലക്കലുണ്ട്, അലക്കാനുള്ളത് മെഷീനിലിടാമെന്ന് തീരുമാനിച്ചു. കാരണം ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴ പെയ്യും. അപ്പോൾ രാവിലെ തന്നെ അലക്കിയിടുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഇന്ന് എന്തായാലും മെഷീനിലിട്ട് വെക്കാം. എല്ലാം കൂടെ നടക്കില്ല, കല്ലിൽ അലക്കലും 9:30 ആകുമ്പോഴേക്ക് പോവലും എല്ലാ കാര്യം കൂടെ നടക്കില്ല. അതുകൊണ്ടാണ് അത് മെഷീനിലിട്ടത്. തുണി മെഷീനിലിട്ടിട്ടുണ്ട്, അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ മോനോടം പറഞ്ഞു ഞാൻ അടിച്ചു വാരി തരാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം രാവിലെ പോകേണ്ട, എല്ലാം കൂടെ നടക്കില്ല, വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിലും ഉണ്ട്, ആ സമയത്ത് വെയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മഴക്കാറൊക്കെ വരിക. രാവിലെ എന്തായാലും നല്ല വെയിലുണ്ട്, ചൂടുണ്ട് കേട്ടോ. ഈ മഴ മുഴുവൻ പെയ്തിട്ടും രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് തന്നെ എന്ത് വിയർത്തൊഴുകുന്ന ചൂടാണ്. അപ്പോൾ അതെന്തായാലും ആദ്യത്തെ സെറ്റ് പുട്ട് അടുപ്പത്തേക്ക് വെച്ചു. അതിന് ശേഷമാണ് എനിക്ക് മുത്താറിപ്പുട്ടിനുള്ളതാണ് ഞാൻ കുഴയ്ക്കുന്നത് കേട്ടോ. മുത്താറിപ്പുട്ട്, കാരണം അരിപ്പുട്ടും എല്ലാം കൂടെ കഴിക്കേണ്ട. ഇപ്പം ശരിക്കും ഭക്ഷണമൊന്നും ഒരു കൺട്രോൾ ഇല്ലാതെയാണ് പോകുന്നത്. എല്ലാം തെറ്റി, യാത്രയ്ക്ക് ശേഷം കുറേ കാര്യങ്ങൾ തെറ്റിപ്പോയി. ഇനിയിപ്പോൾ ആദ്യം മുതലേ എല്ലാം തുടങ്ങി കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുത്താറിപ്പുട്ടാണ്. ഉള്ളി ഉരുളക്കിഴങ്ങാണ് കറി, പ്രോട്ടീനൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ കറിയായ വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. കഴിഞ്ഞ ദിവസം കടലക്കറിയാണെങ്കിൽ ആ വിനിക്കുട്ടന് ഇഷ്ടം. പക്ഷേ കഴിഞ്ഞ ദിവസം നൂൽപുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ എന്നും ഈ കടലക്കറി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വെക്കേണ്ട ചെറുപയർ കറിയാണ്. ചെറുപയർ കറി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് ചെറുപയറും ഉണ്ണിക്കാമ്പും കൂടി ആയതുകൊണ്ട് അതും പറ്റില്ല. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ കറി വെക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത് കേട്ടോ. പക്ഷെ ചട്ടിയിൽ വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. മീൻകുട്ടനൊക്കെ നല്ലോണം കൂട്ടിയിട്ടുണ്ട്.
കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പുട്ട് അവിടെ കുഴച്ച് വെച്ച ശേഷം കൂട്ടാൻ വേണ്ടിയിട്ട് അരക്കുകയാണ് കേട്ടോ. ഉള്ളി ഉരുളക്കിഴങ്ങും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും അരയ്ക്കുന്നില്ല. പച്ചമുളക് നമ്മൾ അതിൽ കീറിയിട്ടതാണല്ലോ, പിന്നെ വേറെ അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത വീട്ടിൽ നിന്ന് തന്ന മാങ്ങയാണ് കേട്ടോ ഈ മാങ്ങ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് പിന്നെ നല്ലോണം എടുത്ത് വെച്ചത്, അതായത് ഇളോർ മാങ്ങയുണ്ട്, ഗോമാങ്ങയുണ്ട്, ഈ 2 മാങ്ങയാണ് കേട്ടോ അതുള്ളത്. അത് കഴുകി ഉണക്കി അവിടെ വെച്ചതാണ് കേട്ടോ, പഴുത്ത മാങ്ങ. ഉച്ചയ്ക്ക് ചോറിന് ദിവസവും ഞങ്ങളിത് ചെത്തി കൂട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചെത്തി വെച്ച് പഴുത്ത മാങ്ങയും ചോറും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും അത് അരച്ച് കഴിഞ്ഞു, അരവൊക്കെ റെഡിയായി, അത് അരച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും മോഹനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറമ്പെന്ന് കുറേ കുറുക്കമാങ്ങ എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അറിയില്ല, ഞങ്ങളിതിന് കുറുക്കമാങ്ങ പറയും. അത് പഴുത്തത് വീണ് കിട്ടിയിട്ട് അതെടുത്ത് കഴുകി അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതെടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെക്കട്ടെ, ചെത്തുമ്പോൾ ഒരുമിച്ച് ചെത്താലോ. കുറേയൊക്കെ കേടുണ്ടാവും കേട്ടോ, എന്നാലും നാടൻ മാങ്ങയല്ലേ, ഒരു വളമൊന്നും ചെയ്യാത്ത നല്ല മാങ്ങയാണല്ലോ, മരുന്നടിക്കാൻ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഞാൻ അരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേവ് നോക്കിയതാട്ടോ, കൂട്ടാൻ വെന്തോന്ന് നോക്കുകയാണ്. നോക്കുമ്പം കൂട്ടാൻ വെന്തിട്ടില്ല, ഉരുളക്കിഴങ്ങൊക്കെ കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്നാൽ അപ്പോൾ ആ സമയത്ത് തന്നെ ഉപ്പേരി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നോക്കുകയാണ്, നല്ല ചൂട്, കൈ പൊള്ളിപ്പോയിട്ടോ പെട്ടെന്ന് ചൂടിനെടുത്തപ്പം നോക്കുമ്പോൾ വെന്തിട്ടില്ല, കഷ്ണം വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നും കൂടി ആയിക്കോട്ടെ. ആ പുട്ടായി വരുമ്പോഴേക്ക് കൂട്ടാനും റെഡിയാവുമല്ലോ, പുട്ടിന് ആവി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചീനച്ചട്ടി എന്ത് ചെയ്യാണ്, അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും മുളകും, ഉണക്കമുളകാണ്, കരുവേപ്പില, പിന്നെ ഉലുവയല്ല ഉഴുന്ന്, ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വറവിടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വീഡിയോ സ്റ്റക്കായി പോകുന്നുണ്ടല്ലോ, എന്താണാവോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് റെഡിയാക്കുകയാണേ. അതിനിടയിൽ ഞാൻ ആവി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അങ്ങനെ കടുകും മുളകൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിലേക്ക് അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ കഴുകി വെച്ച ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഉണ്ണിക്കാമ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, മോനേട്ടൻ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ണിക്കാമ്പൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. ഉണ്ണിക്കാമ്പൊക്കെ അതിലേക്ക് ഇട്ടു. ശരിക്കും കുറേ ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ, കുറച്ചൊന്നല്ല, ചോറ് കുറച്ചാണെങ്കിലും ഉപ്പേരിയൊക്കെ കുറേ ഉണ്ടാക്കും. അപ്പോൾ ആ ഉണ്ണിക്കാമ്പ് അതിലേക്ക് ഇട്ട ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ഒരു വിസിൽ വരുത്തി വേവിച്ച് വെച്ച് ചെറുപയർ അതിലേക്ക് ഇട്ടു കേട്ടോ. കണ്ടില്ലേ, ഉപ്പേരി കുറേ ഉണ്ടാവും കേട്ടോ. നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഉണ്ണിക്കാമ്പും ചെറുപയർ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ, നല്ല ഫൈബറുമാണ് പ്രോട്ടീനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ്പേരി നല്ലോണം കൂട്ടും. അപ്പോഴേക്ക് നമ്മളെ കൂട്ടാൻ എന്തായിട്ടുണ്ട്, അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് കലക്കിയത് അരച്ചത് കലക്കുകയാണ് കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണയാക്കുന്നേ ഉള്ളൂ, അതിന് വറവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ വെള്ളമാക്കി, ഇപ്പം ചട്ടിയിലാകുമ്പോൾ നമ്മൾ അധികം വെള്ളം ഇല്ലെങ്കിൽ അത് കുറുകി പോവുമല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലാക്കിയത്. അപ്പോൾ മോനേട്ടൻ അവിടെ വന്നിട്ട് എന്തോ പറഞ്ഞത്, അപ്പോൾ മോനേട്ടനോട് അതിൻ്റെ മുകളിലുണ്ടെന്നോ എന്തോ ആണ് പറയുന്നത്, എന്താണെന്നറിയില്ല. മോനേട്ടൻ എന്തോ നിന്നോട് ചോദിച്ചു, അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വിൻകുട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. വിൻകുട്ടൻ എന്താണാവോ, അവനൊരു ചെറിയായിട്ടൊരു ജലദോഷത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, ഇനി എന്താ അറിയില്ല. വിൻകുട്ടൻ എണീറ്റിട്ടില്ല. അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടാൻ റെഡിയായി. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. എരിവില്ല കേട്ടോ, എരിവ് കുറവാണ്, എന്താ അറിയില്ല, പച്ചമുളകിന് എരിവ് വളരെ കുറവാണ്, എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ കേട്ടോ ഇത് പിന്നെ ഞങ്ങളിത് വോയിസ് കൊടുക്കുന്ന ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കറി എല്ലാവർക്കും ഇഷ്ടമൊക്കെ. പിന്നെ ആദ്യത്തെ ട്രിപ്പ് പുട്ടിൻ്റെത് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് പുട്ടെടുത്ത് അത് പുട്ടുകുറ്റിയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് വേണം, എന്നാലും ഒരു കുറച്ചും കൂടെ ഉണ്ടാക്കണ്ട, ഒരു കഷ്ണം കൂടെ അരിപ്പുട്ടും ഉണ്ടാക്കാനുണ്ട്, പിന്നെ എൻ്റെ മുത്താറിപ്പുട്ടും ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോനേട്ടൻ എന്തോ പറയുന്നുണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. മോനേട്ടൻ എന്താ പറയുന്നതെന്ന്, മാങ്ങനെ പറ്റിയിട്ടാന്ന് തോന്നുന്നു, ഞാൻ കഴുകി വെച്ചതാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചല്ലോ. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ പോകാനുള്ള ഒരു ടെൻഷനും കൂടെ ഉണ്ട് കേട്ടോ അതിൽ, കാരണം മോനേട്ടൻ്റെ കൂടെ തന്നെ പോകണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ബാക്കിയുള്ള അരി നനച്ചത്, അരിപ്പുട്ടിനുള്ള നനച്ചത് അതും അതിലിട്ടു, ബാക്കി മുത്താറീൻ്റെ അതും കൂടെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് സാമ്പാർ വെക്കാനുണ്ട്, ചോറ് വെക്കാനുണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ പണി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതും കൂടെ അങ്ങോട്ട് വെച്ചു.
അത് കഴിഞ്ഞിട്ട് അത് കത്തിച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ റെഡിയായി കേട്ടോ. ഉപ്പേരിയൊക്കെ റെഡിയായി. ഉപ്പേരിയിൽ കുറച്ച് തേങ്ങയാണ്, ചതച്ചിടുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് തേങ്ങ തന്നെ അങ്ങനെ വെറുതെ പച്ച തേങ്ങയാട്ടോ ഇട്ടത്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ചതച്ച് വെക്കുമ്പോൾ ഒരു സുഖമില്ല, അതുകൊണ്ടാണ് തേങ്ങ ഇട്ടത് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് അത് നല്ലോണം അടച്ച് മാറ്റി വെക്കും കേട്ടോ. അതും അവിടേക്ക് അടച്ച് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാം അവിടെയൊക്കെ ആ കുറച്ച് ഭാഗമൊക്കെ തുടച്ചു. അതെല്ലാം മാറ്റി ആ ഭാഗത്തെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ആ ഭാഗവും തുടച്ചു. ആ ഉപ്പേരീൻ്റെ അത് അങ്ങോട്ട് വാങ്ങി വെച്ചു. പുട്ടാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകൽ. വിനുക്കുട്ടൻ എപ്പോഴും പറയും അമ്മേൻ്റെ വീഡിയോ ഒക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ അമ്മേൻ്റെ ഈ പാത്രം കഴുകലാണ് എനിക്കിഷ്ടമല്ലാത്ത. എപ്പോഴും അമ്മ പാത്രം കഴുകുന്നു, പക്ഷേ കഴുകാനുള്ള പാത്രം കഴുകണ്ടേ അല്ലേ, അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കണ്ടേ. പക്ഷേ വിനുക്കുട്ടനെ തീരെ ഇഷ്ടമല്ല, അമ്മ പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും അത്ര വരെയുള്ള പാത്രങ്ങൾ കഴുകിയിട്ടോ. അത്ര വരെയുള്ള പാത്രങ്ങളും വൃത്തിയായിട്ട് കഴുകി അവിടെ വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടും കേട്ടോ. തുടച്ചിട്ടിട്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, കൂട്ടാൻ്റെ പണി ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്തായാലും പിന്നെ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും പാത്രം കഴുകാൻ. അപ്പം അത്രയുള്ള പാത്രങ്ങളാണ്, അത്രയും കഴുകി കഴിഞ്ഞാൽ അത്രയും ക്ലീൻ ആവുമല്ലോ. അതുകൊണ്ടാണ് അത് അപ്പം തന്നെ ചെയ്തത്. അതിനുശേഷം ഞാൻ എന്ത് തന്നു, കുക്കറിലേക്ക് പരിപ്പടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ പരിപ്പിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റും ഉള്ളിയും ഇതൊക്കെ പിന്നെ ആ കൂട്ടത്തിൽ തന്നെ വേവിക്കും കേട്ടോ. പരിപ്പിൻ്റെ കൂടെ തന്നെ വേവിക്കും. ഇതൊക്കെ മോഹനേട്ടൻ അരിഞ്ഞ് വെച്ചുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരം വൈകി കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നത്. കാരണം കഷ്ണം മുറിക്കലും ഉണ്ടാക്കലും കൂടെ കടുപ്പാണ്. അപ്പോൾ ഒരു കഷ്ണങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കിട്ടി തേങ്ങയും ചിരവിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം ആവും, അടുക്കളൊക്കെ കാര്യമൊക്കെ വേഗം നടക്കും. പിന്നെ അതിനുശേഷം വരുന്ന പാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ആവുന്നതിനെ കഴുകി വെച്ചാൽ അതും അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പം നമ്മൾ വേണം വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫോൺ നോക്കാണ്ടിരിക്കുക. ഫോൺ നോക്കുകയാണെങ്കിൽ സമയം പോകും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മളെ പണീൻ്റെ ഇടയിൽ ഫോൺ നോക്കാണ്ടിരിക്കുക. ഫോൺ നോക്കിയില്ല, ഫോൺ തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പണി സ്പീഡിൽ പോകും. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടതാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഫോൺ വെക്കാൻ പറ്റുമല്ലോ, അല്ലാതെ നമ്മൾ അടുത്ത് വെക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് വിചാരിച്ച് ഞാൻ ഫോണിൽ വേറെ കാര്യങ്ങളൊന്നും ആ സമയത്ത് കാണില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. അരിക്ക് വെള്ളം വെച്ച് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ വേവുള്ള അരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് അരി കഴുകി അടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയി വന്നിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ, അരി വാർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അന്ന് വയനാട്ടിൽ നിന്ന് കിട്ടിയ അരിയാണ്, ഒരുപാട് നേരത്തെ വേവുണ്ട്. അപ്പോൾ ഒരു ടെൻഷനില്ല. അപ്പോൾ അതുകൊണ്ട് ആ അരി അടുപ്പത്തപ്പുറം വെച്ചു. കുക്കറിൽ കൂട്ടാൻ അടുപ്പത്തേക്ക് വെച്ചു. കഷ്ണങ്ങൾ വേവാൻ വെച്ചു. അതിനിടയിൽ കൂടെ എന്ത് ചെയ്യാണ്, തേങ്ങ വറുക്കുകയാണ് കേട്ടോ. സാമ്പാറിന് വേണ്ടിയിട്ട് തേങ്ങ, കരുവേപ്പില, ഉള്ളി ഇതൊക്കെ കൂടെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. സാറിന് വെളിച്ചെണ്ണ ഒഴിക്കാറില്ല ഞാൻ, ഇന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ വറുക്കുകയാണ്. അപ്പോഴേക്കും മിനിക്കുട്ടൻ എണീറ്റ് വന്നു. ഇനി മിനിക്കുട്ടനോടുള്ള സംസാരമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോകണം, അച്ഛൻ 9:30 ആകുമ്പോഴേക്ക് പോകണം, അതിന് മുമ്പ് നമ്മൾ റെഡി ആവണം എന്നൊക്കെ അവനോട് പറയാം. അവൻ ഈ പല്ലും കൂടെ തേക്കാണ്ട് അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാം, അത് വാങ്ങണം, ഇത് വാങ്ങണം, എന്തൊക്കെയാണ് വാങ്ങേണ്ടത് ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അപ്പോഴേക്കും എന്താ, ഞാൻ തേങ്ങ വറുത്ത് കഴിഞ്ഞു. പിന്നെ കഷ്ണം ബാക്കിയുള്ള മുരിങ്ങക്കായും വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ടു. അതിലേക്ക് പുളിയും പിഴിഞ്ഞു, അത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയിൽ മീൻകുട്ടനെ ചീത്ത പറയുന്ന പോലെയും കാണാം കേട്ടോ. കാരണം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ദേഷ്യം വരുമല്ലോ ആർക്കായാലും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ഇട്ടു. അതും ഞാൻ എന്ത് ചെയ്യാണ്, കുക്കറിൽ ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കും കേട്ടോ. അപ്പോഴേക്കും അതെന്താവും, അത് വെന്തോളല്ലോ. ഒരു വിസിലാകുമ്പോഴേക്കും ഇത് വേവും. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുറത്ത് പോയിട്ട് അലക്കാനിട്ടു കേട്ടോ. അലക്കാനിട്ടപ്പോൾ ഞാൻ തലയിൽ കെട്ടിയ തോർത്തും ഒക്കെ അലക്കാനിട്ടു. അപ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് കെട്ടി വന്ന് അപ്പോഴേക്കും അരി തിളച്ച് അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ അരച്ചും കഴിഞ്ഞു കേട്ടോ. സാമ്പാറിനുള്ളത് അരച്ച് വെച്ചു. അപ്പോഴേക്കും എന്തായാലും നമ്മുടെ കൂട്ടാനിലെ വിസിലൊക്കെ പോയിട്ടോ. കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലെ വിസിലൊക്കെ പോയപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ തീ കത്തിക്കും കേട്ടോ. അതങ്ങ് തിളക്കട്ടെ. ഇപ്പുറത്ത് എന്ത് ചെയ്തു, പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ കൂട്ടാൻ അരച്ച് കലക്കുകയാണ് കേട്ടോ. സാമ്പാറിന് മല്ലിയും പിന്നെയൊക്കെ കൂടെ വറുത്തരച്ചിട്ടുണ്ടല്ലോ, മല്ലി സാമ്പാർ പൊടിയൊക്കെ കൂടെ വറുത്തരച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു. അത് ചില സ്ഥലത്ത് തീയൽ എന്നാണ് അല്ലേ ഈ വറുത്തരച്ചതിന് പറയും, ഞങ്ങളിതിന് ഇവിടെ സാമ്പാർ എന്നാണ് കേട്ടോ പറയുക. പിന്നെ അതിൽ കറിവേപ്പിലയും കുറച്ചിട്ടു. പിന്നെ വറവ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് പപ്പടം കാച്ചാനായി, പപ്പടം എണ്ണ ചൂടായി, അതിലേക്ക് പപ്പടം കാച്ചി വെക്കുക. അപ്പോൾ ഈ എല്ലാ പണിയും വന്നു കഴിഞ്ഞാൽ ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാ പണിയും കഴിച്ച് വെച്ച് പോകുന്നത്. മറ്റത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണ്ടേ, അതൊരു മടിയാണ്. പുറത്ത് പോയി വന്നാൽ തന്നെ മടിയല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞ് വെച്ചാൽ ഫ്രീ ആയിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടം കാച്ചി അതും ഒഴിച്ചു, അതും അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുക്കറിനെ മൂടിയില്ലേ, അപ്പോൾ അതിങ്ങനെ വറവിട്ടു കേട്ടോ. അതും വറവിട്ടു കേട്ടോ. ഇത് നമ്മുടെ വറവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് പറയുക, കരണ്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ വറവിടാൻ വേണ്ടിയിട്ട്.
കടുകും മുളകും മാത്രമേ അല്ല കടുകും മുളകും പിന്നെ വെളിച്ചെണ്ണയും മാത്രമേ വറവിടാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ കുക്കറിൻ്റെ മൂടിയിൽ ഈ പരിപ്പൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തിയിട്ട് എന്തോ ഒരു പോലെ. അപ്പോൾ ഞാൻ ആ കുക്കറിൻ്റെ മൂടി ഒന്ന് കഴുകിയെടുത്തതാണേ. അപ്പോഴേക്കും എന്തായി, നമ്മുടെ കൂട്ടാൻ വറവും ഇട്ടു, അതും അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. മോനും മോഹനേട്ടനുള്ള ഭക്ഷണം കൊടുത്തു. മോനപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഹാളിൽ ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് മേശപ്പുറത്ത്. അപ്പോൾ അത് അവന് വേണ്ട, അവന് തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്, അപ്പോൾ അത് എടുക്കാൻ വന്നതാണ് കേട്ടോ അവൻ. പിന്നെ പപ്പടം എടുക്കാനും, ഈ 2 കാര്യത്തിനും കൂടി അവൻ വന്നത്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ആ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ നീറ്റാക്കി വെച്ചു കേട്ടോ. അതിനിടയിൽ അടിച്ചു വാരലും കഴിഞ്ഞിട്ടുണ്ട്. നീറ്റാക്കി വെച്ചു, അലക്കി മിഷനിൽ വെച്ചിട്ടുണ്ട്, ആറിയിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തിരക്കൂടെ. മോനേട്ടനാണെങ്കിൽ വണ്ടിയിൽ കയറിയിരുന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഞാൻ വേഗം എടുക്കണം. അപ്പോൾ ഇത് എൻ്റെ ഒരു സാരിയാണ് കേട്ടോ. ഇതിൽ വെച്ചത് ഈ ഒരു കൈ കവറിൽ കണ്ടില്ലേ, ഈ സാരി എന്താ വെച്ചാൽ ഭയങ്കര നീളം. അപ്പോൾ എനിക്ക് ഉടുക്കുമ്പോൾ എന്തോ ഒരു പോലെ. അപ്പോൾ അതൊന്ന് മുറിച്ചടിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കടയിലെടുത്ത് തുണി വാങ്ങിയിട്ട് തയ്ക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ റെഡിമെയ്ഡ് ഉണ്ട് സ്കൂളിൻ്റെന്ന്. അപ്പോൾ ആ സ്കൂളിൻ്റെ ആ കളറിൽ കിട്ടുന്ന, അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു പിന്നെ തുണി വാങ്ങി തയ്ക്കാൻ കിട്ടാൻ കുറച്ച് പ്രയാസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, റെഡിമെയ്ഡ് ഷർട്ടും പാൻസും വാങ്ങി. പിന്നെ അതിൻ്റെ മുകളിൽ പാൻസൊക്കെ കുറച്ച് ഇറക്കം കൂടുതലാണ്, അതൊക്കെ അടിക്കാൻ കൊടുത്തു കേട്ടോ, ഒന്ന് ചെറുതാക്കി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് അവിടെ കൊടുത്തിട്ട് ഞാനും മോനും കൂടെ തിരിച്ചു വന്നു. മോനോട്ട് ഓഫീസിലേക്കും പോയി, ഞങ്ങൾ രണ്ടാളും തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇതെന്താണ് ഇങ്ങനെ സ്റ്റെക്കായി പോകുന്നുണ്ട് വീഡിയോ, ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. എന്താണ് സ്റ്റെക്കാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2-3 പ്രാവശ്യമായി ഞാനിത് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ എല്ലാം ആറിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാം ആറിയിട്ടു. ഈ ആറിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി ലൈവിന് പോയിട്ടോ. ലൈവൊക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് വന്ന് ഉച്ചത്തേക്ക് ഊണ് കഴിക്കാനായല്ലോ. അപ്പോൾ 1 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാങ്ങ ചെത്തി വെക്കട്ടെ, ഊണിന് വേണ്ടിയിട്ട് ചോറുണ്ണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ചെത്തി വെക്കുകയാണ് കേട്ടോ. എല്ലാ മാങ്ങയും ചെത്തുന്നുണ്ട്. ഗോമാങ്ങ ചെത്തുന്നുണ്ട്, പിന്നെ കുറുക്കമാങ്ങ ചെത്തുന്നുണ്ട്, പിന്നെ എളോർ മാങ്ങ ചെത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ഈ മാങ്ങ കിട്ടുന്നതിന് മുമ്പ് കടയിൽ നിന്ന് ഞങ്ങളൊരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. അതെന്ത് മാങ്ങയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എല്ലാ മാങ്ങകളും ഞാൻ ചെത്തി വെച്ചു. അതിൻ്റെ അണ്ടി മുഴുവൻ ഞാനാണ് കേട്ടോ കഴിച്ചത്. അണ്ടി ലാസ്റ്റ് ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇതാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നത്തേക്കുള്ള അരി പുതിർത്താണ്, ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നും പുതിർത്ത്, അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടേ പുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരി കഴുകാണ് കാണുന്നത്. കുറച്ച് പച്ചരിയും ഉഴുന്നും മാത്രം കേട്ടോ. പിന്നെ കുറച്ച് ചോറ് ചേർക്കും, മൂടരി ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ചോറുണ്ടാവും, ബാക്കി ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു 2 സ്പൂൺ ചോറ് ചേർത്താൽ ഇഡ്ഡലി മാവിനൊരു സോഫ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അരി കഴുകിയ ശേഷം കുറച്ച് ഉഴുന്നെടുക്കുകയാണ് കേട്ടോ. ഉഴുന്നും കുറച്ച് ഉലുവ ഞാൻ എടുത്തിട്ടില്ല അന്ന്. അപ്പോൾ ഉഴുന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചില സമയത്ത് ഉലുവ എടുക്കാറുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉലുവ എടുത്തിട്ടില്ല, വെറും ഉഴുന്നും അരിയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ചോറ് ചേർത്ത് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും 1-2 പ്രാവശ്യം കഴുകി വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഒന്നുകൂടെ അരയ്ക്കാനാകുമ്പോൾ കുറച്ച് ഒരു പ്രാവശ്യം കൂടെയൊക്കെ നല്ലോണം കഴുകിയാൽ മതിയല്ലോ. എന്നിട്ട് കഴുകിയിട്ട് അരയ്ക്കുകയും ചെയ്യാമല്ലോ. ഇനി വൈകുന്നേരത്തെ കാലാവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മോഹനേട്ടൻ വന്നു. പിന്നെ ഊണ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടാളും ടി-വിൻ്റെ മുന്നിലിരുന്നു, ഞാനിവിടെ ഇരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഊണ് കേട്ടോ. മാങ്ങയൊക്കെ കൂട്ടി സാമ്പാറും നമ്മുടെ ഉപ്പേരിയൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കേ, ടാറ്റാ, ബൈ ബൈ, സീ യു.